ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ വന്നത് കൺസൈൻഡ് ബുക്സിനകത്ത് വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ജേർണൽ എൻട്രീസ് ആണ് പറയാൻ പോണത്. കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? കൺസൈനറുടെ ബുക്കിൽ വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ജേർണൽ എൻട്രീസ് ആണ് പഠിച്ചത്. പ്രോബ്ലത്തിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? ജേർണൽ പഠിച്ചായിരുന്നു, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും പഠിച്ചായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാൻ വന്നത് കൺസൈൻഡ് ബുക്സിനകത്ത് വരുന്ന അക്കൗണ്ട് ട്രീറ്റ്മെന്റ് എങ്കിൽ എൻട്രീസ് ആണ് നോക്കാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് ഓൺ ഡിസ്പാച്ച് ഓഫ് ഗുഡ്സ് ബൈ ദി കൺസൈനർ. ഒരു കൺസൈനർ കൺസൈനിക്ക് സാധനങ്ങൾ അയക്കുകയാണെങ്കിൽ കൺസൈനറുടെ ബുക്കിനകത്ത് എന്ത് വരുന്നില്ല? നോ എൻട്രി വരുന്നില്ല. അപ്പൊ ആ എൻട്രി എവിടെ വരേണ്ടത്? കൺസൈനറിന്റെ ബുക്കിലാണ് ആ എൻട്രി വരുന്നത്. എന്ത് വരുന്ന എൻട്രി? കൺസൈൻമെന്റ് അക്കൗണ്ട് വിത്ത് ഗുഡ്സ് സെറ്റ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട്. അവിടെ എഴുതുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ കൺസൈനറുടെ ബുക്സിനകത്ത് കൺസൈനർ കൺസൈനിക്ക് സാധനങ്ങൾ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ, അയക്കുമ്പോൾ അവിടെ എന്തില്ല? നോ എൻട്രി. സെക്കൻഡ് വൺ, ഓൺ പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ബൈ ദി കൺസൈനർ. ഒരു കൺസൈനർ എക്സ്പെൻസ് വഹിക്കുകയാണെങ്കിൽ കൺസൈനറുടെ ബുക്കിനകത്ത് അവിടെ എന്ത് എഴുതണ്ട? എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. ഒരു കൺസൈനർ എക്സ്പെൻസ് വഹിക്കുമ്പോൾ ആ എക്സ്പെൻസ് കൺസൈനിയുടെ ബുക്സിനകത്ത് എൻട്രി എഴുതേണ്ട ആവശ്യമില്ല. ആ എൻട്രി എവിടെ എഴുതിയാൽ മതി? കൺസൈനറുടെ ബുക്കിൽ എഴുതിയാൽ മതി. അപ്പൊ അവിടെ എന്ത് വരുന്ന എൻട്രി? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് എൻട്രി ക്ലിയർ ആയല്ലോ. ഒരു കൺസൈനർ കൺസൈനിക്ക് ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യുകയാണെങ്കിൽ നോ എൻട്രി. ഒരു കൺസൈനർ സ്വന്തമായിട്ട് ചെലവുകൾ വഹിക്കുമ്പോൾ കൺസൈനിയുടെ ബുക്കിനകത്ത് നോ എൻട്രി. നെക്സ്റ്റ് വൺ, ഫോർ എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനി. ഒരു കൺസൈനി എക്സ്പെൻസ് വഹിക്കുകയാണെങ്കിൽ കൺസൈനിയുടെ ബുക്കിനകത്ത് വരുന്ന എൻട്രിയാണ് കൺസൈനസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. എന്തുകൊണ്ടായിരിക്കും കൺസൈനറുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? ഒന്ന് ഓർക്കുക, എക്സ്പെൻസ് ആണെങ്കിലും സെയിൽ ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും ഇത് കൺസൈനറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ എന്തോ ഞാൻ പറഞ്ഞ, എക്സ്പെൻസ് ആണെങ്കിലും സെയിൽ ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും കൺസൈനറിന് വേണ്ടിയിട്ടാണ് കൺസൈനി ഇതെല്ലാം വഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൺസൈനറുടെ പേര് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ എന്തോ ഞാൻ പറഞ്ഞത്? മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഫോർ എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനി. ഒരു കൺസൈനി കൺസൈനറിന് വേണ്ടി എക്സ്പെൻസുകൾ വഹിക്കുവാണെങ്കിൽ കൺസൈനസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. അതായത് കൺസൈനിയുടെ ബുക്സിൽ എഴുതുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ആരാണോ വരുന്നത് അയാളുടെ പേര് മാത്രമേ എഴുതാവൂ. സ്വന്തം അക്കൗണ്ടിൽ സ്വന്തം പേര് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ആരാ വരുന്നത്? കൺസൈനേഴ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ കൺസൈനി എക്സ്പെൻസ് വഹിക്കുവാണെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണ് വഹിക്കുന്നത്? കൺസൈനറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് കൺസൈനറുടെ പേര് വേണം ഇവിടെ മെൻഷൻ ചെയ്യാൻ. കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർ അഡ്വാൻസ് ഇഫ് എനി റെമിറ്റഡ് ടു കൺസൈനർ. കണ്ടോ, ഒരു കൺസൈനി അഡ്വാൻസ് ആയിട്ട് കൺസൈനറിന് കൊടുക്കണമല്ലോ. അപ്പൊ ഈ കൺസൈനറിന് കൊടുക്കണമെങ്കിൽ അതിന്റെ എൻട്രിയാണ് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടെ എങ്ങനെയാണ് ബിൽസ് പേയബിൾ വരിക? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസിന്റെ മീനിങ് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് എന്തോ പറഞ്ഞത്? കൺസൈനിയുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ബില്ല് എന്ത് ചെയ്യേണ്ടി വരും? ആ പൈസ എന്ത് ചെയ്യേണ്ടി വരും? ട്രോൺ ചെയ്യേണ്ടി വരും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ആ പൈസ എന്ത് ചെയ്യണം? പിന്നീട് എപ്പോഴെങ്കിലും അടയ്ക്കേണ്ടി വരും. അത് അടയ്ക്കേണ്ടി വരുമ്പോഴാണ് ഇവിടെ ബിൽസ് പേയബിൾ എന്ന് വരുന്നത്. ഇതിന്റെ പ്രോബ്ലം നമ്മൾ കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്തോ ഞാൻ പറഞ്ഞത്? അഡ്വാൻസ് ആയിട്ട് കിട്ടുമ്പോഴുള്ള എൻട്രിയാണ് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ആ പൈസ ഡിലേ ആയിട്ട് വരുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് എന്ത് ചെയ്തത്? ബിൽസ് പേയബിൾ ആവുന്നത്. ഓക്കെ, കൺസൈനറുടെ ബുക്കിൽ എഴുതുമ്പോൾ ബിൽസ് റിസീവബിൾ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ബിൽസ് പേയബിൾ ആയിരിക്കും.
ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഓർക്കണം, കൺസൈൻഡ് ബുക്സിൽ എഴുതുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ആരാണോ വരുന്നത് അവന്റെ പേര് വേണം മെൻഷൻ ചെയ്യാൻ. അതാണ് നമ്മളിവിടെ കൺസൈനേഴ്സ് എന്ന് എഴുതിയത്. മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ, ഫോർ സെയിൽസ് എഫക്റ്റഡ് ബൈ കൺസൈനിങ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ സെയിൽസ് എഫക്റ്റഡ് ബൈ കൺസൈനിങ്. കൺസൈനറിന് വേണ്ടി ഒരു കൺസൈനി സാധനങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ എൻട്രി എന്താണ്? ക്യാഷോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനേഴ്സ് അക്കൗണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? ഫോർ സെയിൽസ് എഫക്റ്റഡ് ബൈ കൺസൈനി എന്ന് പറയുമ്പോൾ കൺസൈനറിന് വേണ്ടി ഒരു കൺസൈനി സാധനങ്ങൾ സെയിൽ ചെയ്യുമ്പോഴുള്ള എൻട്രിയാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനേഴ്സ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് വേണം? കമ്മീഷൻ വേണം. അതിന്റെ എൻട്രിയാണ് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ അക്കൗണ്ട്. കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ അക്കൗണ്ട്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത്രയും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് എൻട്രി ആണ് ഫോർ റെമിറ്റൻസ് ടു കൺസൈനർ ഓൺ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് ഓർ ഓൺ മേക്കിംഗ് പേയ്മെന്റ് ടു ദ കൺസൈനർ. ഫോർ റെമിറ്റൻസ് ടു കൺസൈനർ ഓൺ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് ഓർ ഓൺ മേക്കിംഗ് പേയ്മെന്റ് ടു ദി കൺസൈനർ. അതായത് കൺസൈനർക്ക് നൽകാനുള്ള ബാക്കി എമൗണ്ട് നമ്മൾ ഡ്രാഫ്റ്റ് വഴി അയക്കും, അതായത് ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യും. അതിന്റെ എൻട്രിയാണ് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ഓർ ബിൽസ് പേയബിൾ അക്കൗണ്ട്. കൺസൈനർക്ക് നൽകാനുള്ള ബാക്കി എമൗണ്ട് ഡ്രാഫ്റ്റ് വഴി അയക്കും, അതായത് ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യും. ആ ഫൈനൽ സെറ്റിൽമെന്റ് ചെയ്യാനുള്ള എൻട്രിയാണ് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ഓർ ബിൽസ് പേയബിൾ അക്കൗണ്ട്. കണ്ടല്ലോ? അപ്പൊ നമ്മള് 7 എൻട്രി പഠിച്ചല്ലോ. അപ്പൊ എന്തോ പറഞ്ഞത്? ഒരു കൺസൈനർ ഗുഡ്സ് ഡെസ്പാച്ച് ചെയ്യുമ്പോൾ കൺസൈനറുടെ ബുക്കിനകത്ത് നോ എൻട്രി. ഒരു കൺസൈനർ സ്വന്തമായിട്ട് എക്സ്പെൻസ് വഹിക്കുവാണെങ്കിൽ കൺസൈനിയുടെ ബുക്കിനകത്ത് നോ എൻട്രി. ഒരു കൺസൈനിയാണ് എക്സ്പെൻസ് വഹിക്കുന്നുവെങ്കിൽ കൺസൈനിയുടെ ബുക്കിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ആരാണോ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അതോടൊപ്പം തന്നെ കൺസൈനിയുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് കിട്ടുകയാണെങ്കിൽ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അഡ്വാൻസ് ഡിലേ ആവുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്യും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ ബിൽസ് പേയബിൾ ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഒരു കൺസൈനറിന് വേണ്ടി സെയിൽ ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനേഴ്സ് അക്കൗണ്ട്. നേരെ മറിച്ച് സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ നോക്കുകയാണെങ്കിൽ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, for remittance to consignor on final settlement of account or on making payment to the consignor. കൺസൈനർക്ക് നൽകാനുള്ള ബാക്കി എമൗണ്ട് ഡ്രാഫ്റ്റ് വഴി, അതായത് ഫൈനൽ എമൗണ്ട് ആയിട്ട് അയക്കുവാണെങ്കിൽ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് ഓർ ബിൽസ് പേയബിൾ അക്കൗണ്ട്. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ. ഈ എൻട്രി ഇത്ര നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് പ്രോബ്ലം നോക്കാം. ഇല്ലസ്ട്രേഷൻ 6.2.2 ആണ്. ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലാക്കിക്കണം. മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ സൊല്യൂഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എൻട്രി നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചേക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാലോ. On 1st April 2021, Shaman Company consigned goods costing rupees 25,000 to their agent Mohan, on which Sham and Company pay freight and insurance charges rupees 1500. അപ്പൊ എന്തോ പറഞ്ഞിരിക്കുന്നത്? On 1st April 2021, Shaman Company consigned goods costing rupees 25,000 to their agent Mohan, on which Shaman Company pay freight and insurance charges rupees 1,500. അതായത് 2021 ഏപ്രിൽ 1 ഷാമാൻ കമ്പനി 25,000 രൂപയ്ക്ക് വില വരുന്ന സാധനങ്ങൾ അവരുടെ ഏജന്റായ മോഹന് കൺസൈൻ ചെയ്തു. 2021 ഏപ്രിൽ 1 ആയപ്പോൾ ഷാമാൻ കമ്പനി 25,000 രൂപയ്ക്ക് വില വരുന്ന സാധനങ്ങൾ അവരുടെ ഏജന്റായ മോഹന് കൺസൈൻ ചെയ്തു. ഇതില് ഷാമാൻ കമ്പനി
ഫ്രൈറ്റിനും ഇൻഷുറൻസ് ചാർജും കൂടെ ചേർത്ത് 1500 രൂപ പേ ചെയ്തിട്ടുണ്ട്. എന്താണ് ഫ്രൈറ്റ് മീൻസ്? കൂലിയാണ് അല്ലെ. അപ്പൊ എത്ര മനസ്സിലായല്ലോ? 2021 ഏപ്രിൽ 1 ഷാമാൻ കമ്പനി 25,000 രൂപയ്ക്ക് വില വരുന്ന സാധനങ്ങൾ അവരുടെ ഏജന്റായ മോഹന് കൺസൈൻ ചെയ്തു. ഇതില് ഷാമാൻ കമ്പനി ഫ്രൈറ്റും ഇൻഷുറൻസ് ചാർജുകളും ചേർത്ത് 1500 രൂപ പേ ചെയ്തിട്ടുണ്ട്. They discounted the bill at the Mercantile Bank being charged rupees 200 thereon. Sorry, question complete ആയിട്ടില്ല. Drawing on him a bill of exchange at 90 days for 20,000. എന്താ പറയുന്നത്? Drawing on him a bill of exchange at 90 days for rupees 20,000. അവർ മോഹനെതിരെ 90 ഡേയ്സ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് 20,000 രൂപയ്ക്ക് ഡ്രോൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? അയാളുടെ കയ്യിലും അഡ്വാൻസ് കിട്ടണ്ടേ? ആ അഡ്വാൻസ് ഡിലേ വന്നു. അത് ഡിലേ വരുമ്പോൾ അതെന്തിലോട്ട് മാറ്റി? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവിടെ ബിൽസ് പേയ്മെന്റ് എൻട്രി വരുന്നു പറഞ്ഞത്. ഓർക്കുന്നുണ്ടല്ലോ? ഓർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? നോക്കി 4ാം ലെറ്റർ നോക്കി. ഫോർ അഡ്വാൻസ് ഇഫ് എനി റെമിറ്റൻ ടു കൺസൈനർ. കണ്ടോ? കൺസൈനറുടെ കയ്യിൽ അഡ്വാൻസ് കിട്ടേണ്ടതാണ്. പക്ഷെ അത് ഡിലേ ആയിപ്പോയി. ഡിലേ ആയപ്പോൾ അതെന്ത് ചെയ്തു? ബിൽ ഓഫ് എക്സ്ചേഞ്ചിലേക്ക് ഡ്രോ ചെയ്തിട്ടുണ്ട്. അതിന്റെ എൻട്രിയാണ് കൺസൈനർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽസ് പേബിൾ. കണ്ടോ? അപ്പൊ കൺസൈനർ ആരാണ്? ഷാമാൻ കമ്പനി അല്ലേ? അതാണ്. അപ്പൊ നമുക്ക് ബാങ്കിന്റെ ആവശ്യം വരുന്നില്ല. അഡ്വാൻസ് വരുമ്പോൾ നമുക്ക് ബാങ്കിന് എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ? അപ്പൊ എന്തോ ഞാൻ പറഞ്ഞത്? Drawing on him a bill of exchange at 90 days for rupees 20,000. അവർ മോഹനെതിരെ 90 ഡേയ്സ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് 20,000 രൂപയ്ക്ക് ഡ്രോൺ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, they discounted the bill at the Mercantile Bank being charged rupees 200 thereon. They discounted the bill at the Mercantile Bank being charged rupees 200 thereon. ബില്ല് മെർക്കന്റൈൽ ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് അതിനായിട്ട് ബാങ്ക് ചാർജ് 200 രൂപ ഈടാക്കിയിട്ടുണ്ട്. ഈ ബില്ല് മെർക്കന്റൈൽ ബാങ്കിൽ പോയിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് അതിനായിട്ട് ബാങ്ക് ചാർജ് 200 രൂപ ചാർജ് ഈടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ. On 31st December, they received from their agent an account sale informing that the entire consignment has been sold for rupees 85,000, that the expenses amounting to rupees 700 have been incurred, and showing as a deduction the agreed commission of 2% on the amount realized. അപ്പോൾ എന്തോ പറയുന്നത്? On December 31st, they received from their agent an account sale informing that the entire consignment has been sold for rupees 85,000, that the expenses amounting to rupees 700 have been incurred, and showing as a deduction the agreed commission of 2% on the amount realized. എന്തോ പറഞ്ഞിരിക്കുന്നത്? 31st ഡിസംബർ ആയപ്പോൾ കൺസൈൻമെന്റ് മുഴുവനും 85,000 രൂപയ്ക്ക് വിറ്റുപോയെന്നും 700 രൂപയ്ക്ക് എക്സ്പെൻസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഈ എമൗണ്ട് കുറച്ചതിന് ശേഷം ലഭിച്ച എമൗണ്ടിന്റെ 2% കമ്മീഷനായി എടുക്കുമെന്നും അറിയിച്ചുകൊണ്ട് മോഹന്റെ പക്കൽ നിന്നും ഒരു അക്കൗണ്ട് സെയിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആരാണ് ഈ അക്കൗണ്ട് സെയിൽ പ്രിപ്പയർ ചെയ്തത്? കൺസൈനിയാണ് അല്ലെ. അപ്പൊ അക്കൗണ്ട് സെയിലിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് കാണിക്കണം? കൺസൈൻമെന്റ് മുഴുവനും 85,000 രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ടുണ്ടെന്നും 700 രൂപയ്ക്ക് എക്സ്പെൻസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഈ എമൗണ്ട് കുറച്ചതിന് ശേഷം സെയിലിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിന്റെ 2% കമ്മീഷനായി എടുക്കുമെന്നും അറിയിച്ചു കൊണ്ടാണ് മോഹന്റെ പക്കൽ നിന്നും ഒരു അക്കൗണ്ട് സെയിൽ ചെയ്യുന്നത് അവർക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ. എന്നിട്ട് പറയാണ്, എ ഡ്രാഫ്റ്റ് ഓഫ് ദി ബാങ്ക് വാസ് എൻക്ലോസ്ഡ് ഫോർ ദി ബാലൻസ് ഡ്യൂ. എ ഡ്രാഫ്റ്റ് ഓൺ ദി ബാങ്ക് വാസ് എൻക്ലോസ്ഡ് ഫോർ ദി ബാലൻസ് ഡ്യൂ. ബാക്കി വന്ന എമൗണ്ട് ഉള്ള ഡ്രാഫ്റ്റ് അതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി എമൗണ്ട് ഉള്ള ഡ്രാഫ്റ്റ്, അതായത് ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ്, അതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഗീവ് ജേർണറീസ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനിങ് കണ്ടോ. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൺസേൺഡ് ബുക്സിൽ വരുന്ന ജേർണറീസ്, അതായത് അക്കൗണ്ട് ട്രീറ്റ്മെന്റ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഹെഡിങ് എഴുതും ഇൻ ദ ബുക്സ് ഓഫ് മോഹൻ. കൺസൈനി അല്ലേ? അപ്പൊ കൺസൈനി ആരാണ്? മോഹനാണ് അല്ലെ. അപ്പൊ നമ്മള് ഇൻ ദ ബുക്സ് ഓഫ് മോഹൻ.
മോഹന്റെ ബുക്സിൽ എഴുതുന്ന ജേണലാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, അപ്പൊ നമ്മൾ ജേണലിൽ എത്ര കോളംസ് വേണം? 5 കോളംസ് ആണ് വേണ്ടത്. നിങ്ങളുടെ ഹെഡിങ് ജേണൽ മാത്രം എഴുതിയാൽ മതി. അപ്പൊ 5 കോളംസ് ഏതൊക്കെയാണ്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ വായിക്കുക. On 1st April 2021, Shaman Company consigned costing rupees 24,000 to their agent Mohan, on which Shaman Company pay freight and insurance charges rupees 1,500. എന്ത് പറഞ്ഞിരിക്കുന്നത്? 2021 ഏപ്രിൽ 1 ഷാമാൻ കമ്പനി 25,000 വില വരുന്ന സാധനങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി ആ എൻട്രിക്കകത്ത് ഒന്നാമത്തെ എൻട്രി നോക്കി, ഓൺ ഡിസ്പാച്ച് ഗുഡ്സ് ബൈ ദി കൺസൈനർ. കണ്ടോ? കൺസൈനർ ആരാണ്? ഷാമാൻ കമ്പനിയിലെ. അപ്പൊ ഷാമാൻ കമ്പനി സാധനങ്ങൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്ക്? 25,000 പക്ഷെ അവിടെ എന്തില്ല? നോ എൻട്രി. അപ്പൊ നമുക്ക് ആ എൻട്രിയുടെ ആവശ്യം വരുന്നില്ല. അപ്പൊ അത് നോക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് വൺ. അത് കൂടാണ്ട് ഓൺ വിച്ച് ഷാമാൻ കമ്പനി പേ ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ചാർജസ് 1,500. എന്ത് പറയുന്നത്? ഷാമാൻ കമ്പനി ഫ്രൈറ്റും ഇൻഷുറൻസ് ചാർജും കൂടെ ചേർത്ത് 1,500 രൂപ അടച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത് എൻട്രി നോക്കി, ഓൺ പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ബൈ ദി കൺസൈനർ. കണ്ടോ? ഒരു കൺസൈനർ, അതായത് ഷാമാൻ കമ്പനി എക്സ്പെൻസുകൾ പേ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്, എക്സ്പെൻസുകൾ വഹിച്ചിട്ടുണ്ടെന്ന് പറയാണ്. പക്ഷെ അവിടെ എന്തില്ല? നോ എൻട്രി ആണ്. കണ്ടോ? അപ്പൊ നമ്മുടെ മോഹന്റെ ബുക്കിനകത്ത് കൺസൈനർക്ക് ഷാമാൻ കമ്പനി സാധനങ്ങൾ അയച്ചാലും ഷാമാൻ കമ്പനി എക്സ്പെൻസ് ചെയ്താലും അവിടെ എന്തില്ല? രണ്ടിനും എൻട്രി ആവശ്യമില്ല. അപ്പൊ നമ്മുടെ കൺസൈനറുടെ ബുക്സിനകത്ത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല, മോഹന്റെ ബുക്കിൽ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ആ 2 എമൗണ്ട് വേണ്ട. നെക്സ്റ്റ് വൺ. Drawing on him a bill of exchange at 90 days for rupees 20,000. The discount to the bill at a mercantile bank being charged rupees 200 thereon. അവര് മോഹനെതിരെ 90 ഡേയ്സിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് 20,000 രൂപയ്ക്ക് ഡ്രോൺ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ആ ബില്ല് മെർക്കന്റൽ ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്ത് അതിനായിട്ട് ബാങ്ക് ചാർജ് 200 ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 20,000 ബില്ല് ഡ്രോൺ ചെയ്തെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതിന്റെ നിങ്ങളത് പറഞ്ഞു താണ്ടെ ഫോർ അഡ്വാൻസ്. കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അഡ്വാൻസ് എമൗണ്ട് ഡിലേ ആയത് കൊണ്ട് ആ എമൗണ്ട് എന്ത് ചെയ്തു? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നിങ്ങൾ പറഞ്ഞു കൺസൈനസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽസ് പേബിൾ അക്കൗണ്ട്. ഓക്കെ ആണല്ലോ? ആ എൻട്രി ആണ് ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? 2021 ഏപ്രിൽ 1 ഷാമാൻ കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽസ് പേബിൾ അക്കൗണ്ട്. എത്ര രൂപ? 20,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ? ബ്രാക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റൻസ് ഓഫ് 90 ഡേയ്സ് ബില്ല്. അത് ഷോർട്ട് കട്ടിൽ ഏരിയനെ ഉള്ളൂ. എത്ര മനസ്സിലായോ? ഓക്കെ. ഇല്ലാതെ 200 രൂപ ബാങ്കിനകത്ത് ഈടാക്കിയെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മുടെ എൻട്രിക്കകത്തൊന്നും പറയില്ല. അപ്പൊ നമുക്ക് ആ 200 ആവശ്യം വരത്തില്ല. അപ്പൊ അത് വിട്ടേക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ. On December 31st, they received from their agent an account sale informing that the entire consignment had been sold of rupees 85,000, that the expenses amounted to rupees 700 have been incurred and showing a deduction, the agreed commission of 2% on the amount realized. ഈ സെന്റൻസിനകത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 85,000 രൂപ കൺസൈനറിന് വേണ്ടി സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 700 രൂപ എക്സ്പെൻസ് ആയിട്ട് കൺസൈനർക്ക് പോയിട്ടുണ്ട്. 2% കമ്മീഷൻ ഈടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 എൻട്രി വരുന്നുണ്ട് അല്ലെ? 85,000 സെയിലിന്റെ എൻട്രിയും 2% കമ്മീഷന്റെ എൻട്രിയും 700 രൂപ എക്സ്പെൻസിന്റെ എൻട്രി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി മൂന്നാമത്തെ എൻട്രി കണ്ടോ? ഫോർ എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനിങ്. കണ്ടോ? എന്താണ് എൻട്രി? കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഇവിടെ കൺസൈനർ ആരാണ്? ശ്യാമല്ലയോ? അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞു കണ്ടോ? അവര് മൂന്നാമതിരിക്കുകയാണ് കേട്ടോ. December 31st ഇരിക്കണം കേട്ടോ. ഷാമാൻ കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. എത്ര രൂപ? 700 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. എൻട്രി ഡിസോർഡർ ആയാലും നോ പ്രോബ്ലം കേട്ടോ. ഓക്കെ, ഇനി സേലിയബിളായിട്ട് നിങ്ങൾ പറഞ്ഞു താണ്ടെ ഫോർ സെയിൽ എഫക്റ്റഡ് ബൈ കൺസൈനിങ് കേട്ടോ. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈനേഴ്സ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എൻട്രി പറഞ്ഞു
അതാണ് രണ്ടാമതിരിക്കുന്നത് കേട്ടോ. 31 ഡിസംബർ ക്യാഷ്യർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷ്യാമൻ കമ്പനി. എത്ര രൂപ? 85,000 രൂപ. കണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി 2% കമ്മീഷൻ ഈടാക്കി എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ സാധനമാണ്. ഓക്കെ, 31 ഡിസംബർ കണ്ടോ. ഷ്യാമൻ കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ അക്കൗണ്ട്. നിങ്ങൾ അതിന്റെ എൻട്രി നോക്കി കണ്ടോ. കൺസൈനേഴ്സ് അല്ലേ? അപ്പൊ ഇവിടെ ആരാണ് കൺസൈനർ? ഷ്യാമൻ കമ്പനിയിലെ. അപ്പൊ ഷ്യാമൻ കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ അക്കൗണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 85,000ന്റെ 2% ഇടണം. അപ്പൊ നിങ്ങളുടെ കാൽക്കുലേറ്ററിനകത്ത് 85,000 × 2/100 അടിക്കുമ്പോൾ ഈ ഒരു ആൻസർ കിട്ടും. എത്രയാണ്? 1,200 രൂപ. കണ്ടല്ലോ. നരേഷൻ ഷോക്ക് അതിലായിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഗുഡ്സ് സോൾഡ് ഓൺ ബിഹാഫ് ഓഫ് കൺസൈനറും അതോടൊപ്പം എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ബിഹാഫ് ഓഫ് ഷ്യാമൻ കമ്പനിയും കമ്മീഷൻ ഡ്യൂ ഓൺ സെയിൽസും. ഇത്രയും കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. താണ്ട് ലാസ്റ്റ് ഒരു കാര്യം പറയണോ? എ ഡ്രാഫ്റ്റ് ഓൺ ദി ബാങ്ക് വാസ് എൻക്ലോസ്ഡ് ഫോർ ദി ബാലൻസ് ഡ്യൂ. ഇത് ഞാൻ നിങ്ങളുടെ വാട്സാപ്പിനകത്ത് ഒരു ചെറിയ വീഡിയോ പോലെ കാണിച്ചിട്ടേക്കാം കേട്ടോ. നമുക്കിതിന്റെ ആവശ്യമില്ല, ഈ കൂട്ടത്തിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ അതും കൂടെ ഒന്ന് ചെറിയൊരു വീഡിയോ പോലെ ഇട്ട് തരാം. അത് ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയുള്ള എൻട്രീസ്. ഓക്കെ അല്ലേ? അപ്പൊ വേണമെങ്കിൽ ഞാൻ അതും കൂടെ പറഞ്ഞു തരാം. അല്ലെ വേണ്ട, ഞാൻ ജസ്റ്റ് ഒരു വാട്സാപ്പ് വീഡിയോ പോലെ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.